ഹലോ ഗൈസ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി എന്നെ അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും. റീസെൻ്റ്ലി ആണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ യൂട്യൂബ് അക്കൗണ്ടിൽ കുറച്ച് ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ട് തുടങ്ങിയത്. ഞാൻ കൂടുതലും ചെയ്യുന്ന ഷോർട്സ് വീഡിയോസാണ്. യൂട്യൂബിൽ ലോങ് വീഡിയോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, വ്ളോഗ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതെൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. എൻ്റെ പേര് മേരി. കുറേ പേര് എന്നോട് ചോദിച്ചു, ലൈക്ക് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ അറിയുന്നവരാണെങ്കിലും എന്നോട് കുറേ പേര് ചോദിച്ചു, എന്തുകൊണ്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്? വൈ ആർ യു സ്റ്റാർട്ടിങ് യൂട്യൂബ്? നിനക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്നെ കോയമ്പത്തൂർ വിട്ടത്? നിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ നല്ല കോഴ്സ് എടുത്തത്? പിന്നെ നീ എന്താണ് പഠിക്കാതെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് നടക്കുന്നത്? നിനക്ക് കുറച്ചെങ്കിലും ഒരു ഫ്യൂച്ചറെ കുറിച്ചൊരു മൈൻഡ് ഉണ്ടോ? ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിരുന്നാൽ ഇരിക്കൽ മാത്രം ഉണ്ടാകത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ. ബട്ട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷം നമ്മൾ പഠിച്ചു, അങ്ങനെ ഞാൻ എൻ്റെതായ ഇഷ്ടങ്ങളൊന്നും, ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യണത് ഇഷ്ടമാണ്, പെയിൻറ്റിങ് ഇഷ്ടമാണ്. ബട്ട് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യലും നിർത്തി, പെയിൻറ്റ് ചെയ്യലും നിർത്തി, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യലും നിർത്തി. പിന്നെ ഈ ഒരു 19 വയസ്സിൽ ഈ ഒരു കോളേജ് സെക്കൻഡ് ഇയർ കയറിയപ്പോഴാണ് എനിക്കെൻ്റെ മൈൻഡിൽ ഒരു തോട്ട്, ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് കുറച്ച് ഒരു കോണ്ടന്റ് ക്രിയേഷൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു തോട്ട്. ഞാൻ പിന്നെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഇങ്ങനെ ഒരു തോട്ടായിരുന്നു, ബട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോഴും എനിക്ക് ആ ഒരു തോട്ട് വന്നു. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇപ്പം യൂട്യൂബിലും ചെറുതായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം അതിൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു ഡിസിഷനിൽ നിന്ന് മാറത്തില്ല. ഫോർ മീ, എൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി മേറ്റ്സ് ആണെങ്കിലും എല്ലാവരും എന്നോട് പറയുമായിരുന്നു, എന്തിനാ ഇങ്ങനെ നാണം കിടന്നത്, എന്തിനാ ഇങ്ങനെ നാണം കിടത്തുന്നത്, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇടുന്നത്, ചുമ്മാ നിന്നെ ട്രോളത്തുള്ളൂ, ആൾക്കാർ നിന്നെ ട്രോളുള്ളൂ, നിനക്ക് ലൈക്കോ സപ്പോർട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, എൻ്റെ ഫേസ് നോക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ചെറിയ വിഷമമാണെങ്കിലും ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു സ്റ്റെപ്പ് ബാക്ക് ഇല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വൺ ഡേ, ഇപ്പോൾ അതിപ്പോൾ 2 വർഷം എടുത്താലോ 3 വർഷം എടുത്താലോ അല്ലെങ്കിൽ പോട്ടെ 10 വർഷം എടുത്താൽ പോലും ഒരു നാളെങ്കിൽ ഒരു നാൾ ഞാൻ ഈ ചെയ്യുന്ന ഹാർഡ് വർക്ക്സിനും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടും. ആ ഒരു വിശ്വാസം എൻ്റെ മൈൻഡിലുണ്ട്. ആ ഒരു ഫാമിലി മേറ്റ്സ്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ്, എൻ്റെ ബെസ്റ്റീസ് വരെ എൻ്റെ ഫേസ് നോക്കി പറഞ്ഞിട്ടും എനിക്കതിൽ നിന്നൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ ഇപ്പോൾ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 months 5 months ആയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു ഇടയിൽ ഒരു 2 months കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തായിരുന്നു. കാരണം ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് കുറച്ച് ഡൗൺ ആയിട്ട് ഞാൻ കുറച്ച് സമയം, അത്യാവശ്യം 1 മാസം 2 മാസമൊക്കെ ഞാൻ വീഡിയോസൊന്നും ഇടാതെ എൻ്റെ വ്യൂസൊക്കെ നല്ലോണം കുറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് ഓക്കെ ആയത്. ലൈക്ക് ഇവരെന്താണെങ്കിലും പറയണവർ പറയും. ഞാൻ വീഡിയോ ഇടുന്ന സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും എന്നോട് ചോദിക്കുന്നത്, എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, എന്താ കോണ്ടന്റ് ക്രിയേഷനൊക്കെ നിർത്തിയോ, ഇപ്പോൾ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു പുച്ഛം അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് പിന്നെ ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നതാണോ പ്രശ്നം, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ നിർത്തുന്നതാണോ പ്രശ്നം, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ ഓർത്തു, ശരി, ഇനി ഇതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്ക് ഇല്ല. ഇനി ആ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടല്, കണ്ടിന്യൂസ് വീഡിയോ ഇടല് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വ്യൂസ് കുറച്ച് നാളെടുത്താണെങ്കിലും ഇൻക്രീസ് ആയി തുടങ്ങി. അത്യാവശ്യം നല്ല വ്യൂസും എൻഗേജ്മെൻറ്റും ഇൻട്രാക്ഷൻസൊക്കെ വീഡിയോസിന് കിട്ടി തുടങ്ങി. എനിക്ക് ടോട്ടലി 3 കൊളാബ് കിട്ടി. അതിൽ ഒരെണ്ണം പെയ്ഡ് കൊളാബും പിന്നെ 2 കിട്ടിയത് ബാർട്ടറും ആയിരുന്നു. സോ എന്നോടൊപ്പം കുറേ പേര് ചോദിച്ചു, നിന്നെ എത്രയൊക്കെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടും നീ ഇപ്പോഴും സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യാണല്ലോ എന്ന്, എവിടെ നിന്നാണ് എനിക്ക് ഒരു കറേജ് ഈ ഒരു ഇത് കിട്ടുന്നതെന്ന് ചോദിച്ചു. ലൈഫിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് നമ്മൾ മാറി നിന്നാൽ ലൈഫ് ലോങ് മാറി നിൽക്കേണ്ടി വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിൽ ഞാൻ പഠിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുക. നെഗറ്റീവ് കമൻസും നെഗറ്റീവായിട്ടുള്ള പീപ്പിളും നിങ്ങളുടെ അറൗണ്ട് ഉണ്ടാവും. ബട്ട് എന്നാലും അതൊക്കെ ഫേസ് ചെയ്യണം. കാരണം കോണ്ടന്റ് ക്രിയേഷൻ അത്ര ഈസി അല്ല. പിന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യാവുന്ന ആൾക്കാരൊക്കെ ഡിമോട്ടിവേറ്റ് ചെയ്തിട്ട് അവരുടെ പാട്ടിന് പോകും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ലേ, അറ്റ്ലീസ്റ്റ് നമ്മളൊരു ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ട്രൈ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതുമല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടം വേണം. ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എനിക്കിത് ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണം. മറ്റുള്ളവർ തുടങ്ങി, ശരി അപ്പോൾ ഞാനും തുടങ്ങാം, അവൾ തുടങ്ങി എന്നാൽ പിന്നെ ഞാനും തുടങ്ങും, ആ ഒരു മൈൻഡ് സെറ്റിൽ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഒരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റിൽ നമ്മൾ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുറച്ച് നാൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമുക്ക് അങ്ങോട്ട് മതിയാവും. ഇതുപോലെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മ്യൂസിക്കൊക്കെ കയറ്റി സൗണ്ട് എഫക്ട്സ് ഒക്കെ ഇട്ട് അത് കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്ത് അത് കുറച്ച് കഷ്ടമായിരിക്കും. എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എന്നോട് വീഡിയോസൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, നിന്നെ ട്രോളും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഡീമോട്ടിവേറ്റ് ആയിട്ടില്ല, ഞാൻ ഇനി ഇത് സ്റ്റെപ്പ് ബാക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവരും കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങുമ്പോൾ അത് എന്നെ ഒരു മോട്ടിവേറ്റ് എടുത്തിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബി പോസിറ്റീവ്. ബൈ.